കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ജോലി ചെയ്യുകയായിരുന്നു രാഹുൽ. ട്രെയിനുകളോട് അവന് ചെറുപ്പം മുതൽ വലിയ ഇഷ്ടമായിരുന്നു. ഓരോ ദിവസവും നൂറുകണക്കിന് ആളുകൾ വരും. ചിലർ യാത്ര തുടങ്ങും, ചിലർ യാത്ര അവസാനിപ്പിക്കും, ചിലർ സന്തോഷത്തോടെ വരവേൽക്കും, ചിലർ കണ്ണീരോടെ വിട പറയും. ഇതെല്ലാം കണ്ടുകൊണ്ട് വർഷങ്ങൾ കടന്നുപോയി. പക്ഷേ രാഹുലിന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവന്റെ ലോകം സ്റ്റേഷനും വീടും മാത്രമായിരുന്നു. ഒരു മഴയുള്ള രാത്രിയായിരുന്നു. ഘടികാരത്തിൽ രാത്രി 10 മണി. അന്നത്തെ അവസാന ട്രെയിൻ എത്താൻ കുറച്ച് മിനിറ്റുകൾ മാത്രം ബാക്കിയുണ്ടായിരുന്നു. പുറത്ത് ശക്തമായി മഴ പെയ്യുകയായിരുന്നു. സ്റ്റേഷനിൽ ആളുകൾ വളരെ കുറവായിരുന്നു. അപ്പോഴാണ് ഒരു പെൺകുട്ടി പ്ലാറ്റ്ഫോമിലൂടെ ഓടിവന്നത്. കയ്യിൽ ഒരു ബാഗ്, മുഖത്ത് പരിഭ്രമം. തിരുവനന്തപുരം പോകുന്ന ട്രെയിൻ പോയോ? അവൾ ശ്വാസം മുട്ടി ചോദിച്ചു. രാഹുൽ സമയം നോക്കി. ഇല്ല, ഇനിയും 5 മിനിറ്റ് ഉണ്ട്. അവൾ ആശ്വാസത്തോടെ ചിരിച്ചു. ഭാഗ്യം. ആ ചിരി കണ്ടപ്പോൾ രാഹുലും അറിയാതെ ചിരിച്ചു. ഞാൻ രാഹുൽ. അനന്യ. അതാണ് അവരുടെ ആദ്യ കണ്ടുമുട്ടൽ. ട്രെയിൻ എത്തി. അനന്യ യാത്രയായി. രാഹുൽ അവളെ മറന്നുപോകുമെന്ന് കരുതി. പക്ഷേ അത് സംഭവിച്ചില്ല. ആ പുഞ്ചിരി അവന്റെ മനസ്സിൽ എവിടെയോ കുടുങ്ങിക്കിടന്നു. 1 മാസം കഴിഞ്ഞു. അതേ സ്റ്റേഷൻ, അതേ പ്ലാറ്റ്ഫോം, അതേ സമയം. രാഹുൽ ജോലി ചെയ്യുമ്പോൾ ഒരു പരിചിത ശബ്ദം കേട്ടു. ഇത്തവണ ട്രെയിൻ മിസ് ആയിട്ടില്ല. അവൻ തിരിഞ്ഞു നോക്കി. അനന്യ. മുഖത്ത് അതേ പുഞ്ചിരി. അന്ന് അവർ കുറച്ചുനേരം സംസാരിച്ചു. അനന്യ ഒരു ആർക്കിടെക്റ്റ് ആയിരുന്നു. ജോലിയുടെ ഭാഗമായി ഇടയ്ക്കിടെ യാത്ര ചെയ്യേണ്ടിവരും. അതിനുശേഷം എല്ലാ മാസവും അവർ കണ്ടുമുട്ടാൻ തുടങ്ങി. ചിലപ്പോൾ യാദൃശ്ചികമായി, ചിലപ്പോൾ മനഃപൂർവ്വം. അവരുടെ സൗഹൃദം പതിയെ വളർന്നു. ഒരു ദിവസം വൈകുന്നേരം അവർ സ്റ്റേഷനു സമീപമുള്ള ചായക്കടയിൽ ഇരിക്കുകയായിരുന്നു. മഴ പെയ്യുകയായിരുന്നു. അനന്യ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. നിനക്ക് ഒരിക്കലും ഈ സ്റ്റേഷനിൽ നിന്ന് ദൂരേക്ക് പോകണമെന്ന് തോന്നിയിട്ടില്ലേ? രാഹുൽ ചിരിച്ചു. മുമ്പ് ഇല്ല. ഇപ്പോൾ? അവൻ അവളെ നോക്കി. ഇപ്പോൾ ഒരു കാരണം കിട്ടിയാൽ പോകുമായിരിക്കും. അനന്യയുടെ മുഖം ചെറുതായി ചുവന്നു. അവൾ വിഷയം മാറ്റി. പക്ഷേ അവളുടെ ഹൃദയം ആ മറുപടി കേട്ടിരുന്നു. മാസങ്ങൾ കടന്നുപോയി. ഇപ്പോൾ അവർ ദിവസവും സംസാരിക്കാൻ തുടങ്ങി. രാവിലെ സന്ദേശങ്ങൾ, രാത്രിയിലെ ഫോൺ കോളുകൾ. ഓരോ ദിവസവും പരസ്പരം പങ്കുവയ്ക്കാൻ പുതിയ കഥകൾ. രാഹുലിന്റെ ജീവിതം ആദ്യമായി സന്തോഷം നിറഞ്ഞതായി തോന്നി. അനന്യയ്ക്കും അതുപോലെ. ഒരു ദിവസം അനന്യ വളരെ നിശബ്ദയായിരുന്നു. സ്റ്റേഷനിലെ ഒരു ബെഞ്ചിൽ ഇരുന്ന് ട്രാക്കുകളിലേക്ക് നോക്കുകയായിരുന്നു. എന്താണ് പറ്റിയത്? രാഹുൽ ചോദിച്ചു. അവൾ പതിയെ പറഞ്ഞു. എനിക്ക് സിംഗപ്പൂരിലേക്ക് പോകണം. രാഹുലിന്റെ ഹൃദയം ഒന്നു നിശ്ചലമായി. എന്തിന്? 2 വർഷത്തെ പ്രോജക്റ്റ്. എപ്പോൾ? അടുത്ത മാസം. മഴത്തുള്ളികൾ പ്ലാറ്റ്ഫോമിൽ വീഴുന്ന ശബ്ദം മാത്രം കേൾക്കാമായിരുന്നു. രാഹുലിന് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. അവൻ സന്തോഷിക്കണമായിരുന്നു. കാരണം അത് അവളുടെ സ്വപ്നമായിരുന്നു. പക്ഷേ അവന്റെ മനസ്സ് സമ്മതിച്ചില്ല. പോകുന്ന ദിവസം എത്തി. സ്റ്റേഷനിൽ വലിയ തിരക്കായിരുന്നു. അനന്യയുടെ ട്രെയിൻ എത്താൻ സമയം ആയി. അവൾ ഒരു ചെറിയ കവർ രാഹുലിന്റെ കയ്യിൽ നൽകി. ഞാൻ പോയ ശേഷം തുറക്കണം. ട്രെയിൻ പതിയെ നീങ്ങിത്തുടങ്ങി. അനന്യ ജനലിലൂടെ കൈവീശി. രാഹുൽ അവളെ നോക്കി നിന്നു. അവൾ കണ്ണിൽ നിന്ന് മറയുന്നതുവരെ. വീട്ടിലെത്തി അവൻ കവർ തുറന്നു. അതിൽ ഒരു കത്ത്. പ്രിയ രാഹുൽ, നിനക്ക് അറിയാമോ, ഞാൻ ആദ്യം ഈ സ്റ്റേഷനിൽ വന്ന ദിവസം ട്രെയിൻ മിസ് ആകുമോ എന്നായിരുന്നു എന്റെ പേടി. പക്ഷേ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു, എന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കണ്ടുമുട്ടൽ ഇവിടെ വെച്ചായിരുന്നു. ഞാൻ തിരികെ വരും. കാരണം എന്റെ ഹൃദയത്തിന്റെ ഒരു ഭാഗം ഇവിടെ തന്നെ വിട്ടിട്ടാണ് ഞാൻ പോകുന്നത്. കത്ത് വായിച്ചപ്പോൾ രാഹുലിന്റെ കണ്ണുകൾ നിറഞ്ഞു. 2 വർഷങ്ങൾ കടന്നുപോയി. പക്ഷേ രാഹുൽ കാത്തിരുന്നു. ഓരോ മഴക്കാലവും അവനെ അനന്യയെ ഓർമ്മിപ്പിച്ചു. ഓരോ അവസാന ട്രെയിനും അവളുടെ ആദ്യ കണ്ടുമുട്ടൽ ഓർമ്മിപ്പിച്ചു. ഒരു രാത്രി. വീണ്ടും മഴ. വീണ്ടും അവസാന ട്രെയിൻ. രാഹുൽ പ്ലാറ്റ്ഫോമിൽ നിൽക്കുകയായിരുന്നു. ട്രെയിൻ പതിയെ സ്റ്റേഷനിലേക്ക് എത്തി. യാത്രക്കാർ ഇറങ്ങിത്തുടങ്ങി. അവൻ പതിവുപോലെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ തിരക്കിനിടയിൽ ഒരു പരിചിത മുഖം. ഒരു പരിചിത പുഞ്ചിരി. അനന്യ.
രാഹുലിന്റെ ഹൃദയം വേഗത്തിൽ ഇടിച്ചു. അവൾ അവന്റെ അടുത്തേക്ക് നടന്നുവന്നു. 2 വർഷം കഴിഞ്ഞിട്ടും അവസാന ട്രെയിൻ കാത്തുനിൽക്കുകയാണോ? രാഹുൽ ചിരിച്ചു. കണ്ണുകൾ നിറഞ്ഞുകൊണ്ട്. അതേ. എന്തിന്? അനന്യ അവന്റെ കൈ പിടിച്ചു. ഒരാൾ തിരികെ വരുമെന്ന് വിശ്വസിച്ചതുകൊണ്ടോ? രാഹുൽ തലകുലുക്കി. അതേ. അനന്യയുടെ കണ്ണുകളിലും കണ്ണീർ നിറഞ്ഞു. അപ്പോൾ നിന്റെ കാത്തിരിപ്പ് അവസാനിച്ചു. പുറത്ത് മഴ പെയ്യുകയായിരുന്നു. പ്ലാറ്റ്ഫോമിലെ ലൈറ്റുകൾ മഴത്തുള്ളികളിൽ തിളങ്ങി. ആ രാത്രിയിൽ അവസാന ട്രെയിൻ ഒരു യാത്രയുടെ അവസാനമല്ലായിരുന്നു. 2 ഹൃദയങ്ങളുടെ പുതിയ ജീവിതത്തിന്റെ തുടക്കമായിരുന്നു. കാരണം ചില പ്രണയങ്ങൾ ഒരു കണ്ടുമുട്ടലിൽ ആരംഭിക്കും, ഒരു കാത്തിരിപ്പിലൂടെ വളരും, ഒരു തിരിച്ചുവരവിൽ പൂർണ്ണമാകും.